വെൽക്കം ബാക്ക്. ഇന്നലെ മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകെ ഒരൊറ്റ വ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ പോസിറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ കോൾസെഡിക്കൽ ട്രേഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഡൗൺ സൈഡ് വരുന്ന സമയത്ത് ട്രേഡിലൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഗ്യാപ് ഡൗണിലാണെങ്കിൽ മേലേക്ക് മാത്രമാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനുശേഷം മാർക്കറ്റ് ഉണ്ടാക്കിയ മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി മേലേക്ക് മാത്രമാണ്. ലാസ്റ്റ് സെൽ ഓഫ് വന്നാൽ പോലും ചെയ്തത് അതും റിക്കവർ ചെയ്താണ് മാർക്കറ്റ് ഇന്നത്തെ ക്ലോസിംഗ്. അതായത് നിഫ്റ്റി ഏകദേശം 1.11% പോസിറ്റീവ് മൂവ്മെന്റ് തന്ന് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. മിഡ് ക്യാപ്പ് മൂവ് ചെയ്തിട്ടുണ്ട്, അതേപോലെ നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ട്. സാധാരണ നിഫ്റ്റിയുടെ കൂടെ സെൻസെക്സ് മൂവ് ചെയ്യാറുണ്ട്, പക്ഷേ സെൻസെക്സ് അത്ര തന്നെ മൂവ് ചെയ്യാറുള്ളൂ. ഒരു ചെറിയ പെർസെന്റേജിന്റെ ഡിഫറൻസ് ഉണ്ട് മാത്രം. എന്തായാലും ബജറ്റ് ആണ് നാളെ ശനിയാഴ്ച. അപ്പോൾ നാളെ മാർക്കറ്റ് പ്രോബബിലിറ്റി കൂടുതൽ എന്തായിരിക്കും? മാർക്കറ്റ് പോസിറ്റീവ് ആവാനാണ് സാധ്യത. കഴിഞ്ഞ ഒരു 4 എക്സ്പയറികൾ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. എക്സ്പയറി എന്നല്ല, ബജറ്റിന്റെ ദിവസത്തെ മൂവ്മെന്റ് നോക്കി കഴിഞ്ഞാൽ 2021 4.7% പ്ലസ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അതിന് മുമ്പുള്ള ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പാളായിരുന്നു. മാർക്കറ്റിൽ ചെയ്തു അത് ആ ഒരു ബജറ്റിന്റെ അന്ന് നല്ലൊരു മൂവ്മെന്റ് തന്നു. 4.7% മൂവ്മെന്റ് തന്നിട്ട് പോസിറ്റീവായാണ് ക്ലോസ് ചെയ്തത്. അതേപോലെ 2022 ഒരു 2.6% മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് 2023 3% ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിന് മാത്രമാണ് ഒരു 0.85% ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പൊ ഇത്തരത്തില് മൂവ്മെന്റുകൾ കഴിഞ്ഞ ഒരു 3-4 ബജറ്റ് ഉണ്ടായി എന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പോസിറ്റീവ് മൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ഇന്ന് മുതൽ ഇന്നലെ മിനിഞ്ഞാന്ന് മാർക്കറ്റ് ചെയ്തിട്ട് നല്ല പോസിറ്റീവ് മൂവ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ലെവല് 22,965 23,508 600 പോയിന്റോളം മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ആവറേജ് 200 പോയിന്റ് വെച്ചിട്ട് ഓരോ ദിവസം മാർക്കറ്റ് മൂവിൽ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മൾ തേച്ച ലെവലുകൾ 23,446 മുകളിൽ ക്ലോസിംഗ് തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാർക്കറ്റ് മേലേക്ക് പോകാനാണ്. ഈ ബജറ്റ് ആയതുകൊണ്ട് എക്സ്പെക്ടേഷൻ എന്നുള്ള സംഭവമുണ്ട്. എക്സ്പെക്ടേഷൻ അനുസരിച്ചായിരിക്കും പിന്നെ മാർക്കറ്റ് റിയാക്ട് ചെയ്യാന്നുള്ളതും അപ്പൊ ന്യൂസുകൾ ഇമ്പാക്ട് ചെയ്യാന്നുള്ളതുകൊണ്ട് നാളെ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നോർമലി വലിയ പ്ലേയേഴ്സ് വിക്സും കോളപ്പ് ആകാനുള്ള സാധ്യത. വിക്സ് ഇന്നലെ ഇന്നും നന്നായിട്ട് കോളപ്പ് ആയിട്ടുണ്ട്. കാരണം 18 സംതിങ് ഉണ്ടായിരുന്ന വിക്സ് ഇപ്പം 14.25 ഏകദേശം 6% ഡൗൺ സൈഡ് വിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓപ്ഷൻ സെല്ലേഴ്സിന് ഇന്നും നിലയും കൊണ്ടുണ്ടാവും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നാളത്തെ ഒരു ദിവസം കിട്ടായി അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും എന്താണ് നമ്മൾ നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മേലേക്ക് പോവുകയാണെങ്കിൽ ചെയ്യുന്നുണ്ട്. മേലേക്കുള്ള ട്രേഡുകൾ മാത്രമാണ് പ്ലാൻ ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളത് മാത്രമാണ് നാളത്തെ ട്രേഡിന് ചെയ്യാനുള്ളത്. കാരണം ഓരോ ന്യൂസുകൾ അല്ലെങ്കിൽ ഈവന്റ് എന്താണോ പറയുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്യും. വലിയ സ്പൈക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. പുതിയ അല്ലെങ്കിൽ ട്രേഡർമാരെ ട്രേഡിങ് മാറിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എക്സ്പീരിയൻസിൽ ആൾക്കാർ മാത്രം നാളെ ഓഫീസിൽ ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ നാളത്തെ ദിവസം മാർക്കറ്റ് മാറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാളെ തന്നെ മുകളിൽ പോവുകയാണെങ്കിൽ 540 മുകളിൽ മാർക്കറ്റ് എന്തിയാണ് ഓപ്പൺ ചെയ്ത് തരികയാണെങ്കിൽ അത് എന്തിയാം തൊട്ട് താഴ്ന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. നാളെ പ്രോഫിറ്റ് പിന്നെ മേലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാൻ പറ്റും. വിക്സ് കോളപ്പ് ആവുന്നുണ്ടോ നോക്കാം. വിക്സ് കോളപ്പ് ആവാൻ എന്ത് ചെയ്യും? പ്രീമിയം മൂവ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇന്നും ഇന്നലെ മിഞ്ഞാതൊക്കെ ഉണ്ടായിരുന്നതായാലും സെയിം സിനാരിയോ നാളെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണുണ്ട്. വിക്സ് കോളപ്പ് ആവാതെ മാർക്കറ്റ് മേലേക്ക് പോവുകയാണെങ്കിൽ മാക്സിമം ടൈം ഹോൾഡ് ചെയ്യാന്നുള്ളതാണ്. ഇനി വലിയ ക്യാപിറ്റൽ ഓപ്പൺ ചെയ്ത് വോളറ്റിലിറ്റി കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാതിരിക്കാവുന്നതാണ് നല്ലത്. അപ്പോൾ നിഫ്റ്റിയുടെ കേസാണ് നമ്മൾ പറഞ്ഞത്. ബാങ്ക് മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്, വേറെ ട്രേഡൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഓൾറെഡി ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്ത് നിഫ്റ്റി ആയതുകൊണ്ട് തിരിച്ചു കയറാനുള്ള സാധ്യത നിഫ്റ്റിക്കായിരിക്കും കൂടുതൽ. ഇപ്പൊ ബാങ്ക് ആണെങ്കിൽ 12% ഫോളായിട്ട് ടോപ്പ് വന്നിട്ടുള്ളത്. നിഫ്റ്റി 15% അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും ഒരു 3% ഡിഫറൻസ് ബാങ്കും നിഫ്റ്റിയും തമ്മിലുണ്ടായതുകൊണ്ട് ഈ ഒരു ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇന്ന് 1.11% നിഫ്റ്റി കയറിയപ്പോൾ ബാങ്ക് നിഫ്റ്റി 0.56% മാത്രം കയറാനുള്ള ഒരു കാരണം അതായിരിക്കാം. ഓക്കെ, എന്തായാലും നിഫ്റ്റി ബാങ്കിന്റെ കേസ് എന്ത് ചെയ്യാം? ഈ ഒരു സോണ് ഇപ്പൊ നിൽക്കുന്ന ഒരു സോൺ ബ്രേക്ക് ചെയ്യാൻ 414 മുകളിൽ സോണിന്റെ മുകളിൽ ഓപ്പൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ മേലേക്കുള്ള ട്രേഡ് 50,000 തൊട്ടടുത്ത് എന്ത് ചെയ്യാം? മാറി പോകാം. 4950 അല്ലെങ്കിൽ 50 അത് കഴിഞ്ഞ് അതിന് മുകളിൽ മാർക്കറ്റ് പോകാനുള്ള പ്രോബിലിറ്റി ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത്. പിന്നെ ഡൗൺ സൈഡ് ട്രേഡ് എന്തായാലും നമ്മൾ എന്ത് ചെയ്തില്ല, നിലവിൽ പ്ലാൻ ചെയ്യുന്നില്ല. നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 49 താഴെ അല്ലെങ്കിൽ 237 താഴെ വരുന്ന സമയത്ത് മാത്രം നമ്മൾ ചെയ്താൽ മതി.
ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയാൽ മതി. അതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കോൾ സൈഡിലുള്ള ട്രേഡുകൾ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിയിലാണെങ്കിലും നിഫ്റ്റി ബാങ്കിലാണെങ്കിലും നമ്മുടെ വ്യൂ പോസിറ്റീവ് ആണ് അർത്ഥം. അപ്പം ഇനി അതേപോലെ സെൻസെക്സ് ആണെങ്കിലും ഏകദേശം സെയിം ചാർട്ടാണ് നിഫ്റ്റിയുടെ വരുന്നത് എന്നുള്ളതാണ് അത് പ്രത്യേകം പറയുന്നത്. എന്താണ് ഓൾറെഡി ഇപ്പോൾ നിൽക്കുന്ന ലെവലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ കോൾ സൈഡിലുള്ള ട്രേഡുകൾ മാത്രമായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. വലിയ ഗ്യാപ്പ് ഡൗണും നമ്മൾ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും പുതിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതല്ലാത്ത കേസിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. നാളെ ശനിയാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. ബജറ്റിനനുസരിച്ച് ആദ്യമായിട്ടാണ് ഒരു ബജറ്റ് അല്ലെങ്കിൽ പിന്നെ ഒരു ശനിയാഴ്ച ബജറ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തരുന്നു എന്നുള്ള പ്രത്യേകത കൂടി എന്തുണ്ട് നാളത്തെ മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മളുടെ മാർക്കറ്റിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.